ഹലോ, എല്ലാവർക്കും ഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു താലപ്പൊലി വിശേഷം അറിഞ്ഞാലോ? ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുറവൂരാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ എത്തി കേട്ടോ. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പന്തലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിതാ നേരെ കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കിയ ശേഷം ഞാനുമായിട്ടും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. ഞങ്ങളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവിടെ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താലമൊക്കെ എടുക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഗ്യാപ്പിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു കുഞ്ഞു ചെണ്ടക്കാരനെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ താലത്തിലേക്ക് പൂക്കൾ നിറക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ട്. അതെല്ലാം കൂടെ നിരത്തി വെച്ച് കഴിഞ്ഞ് വിളക്കും കൂടെ തെളിയിക്കുമ്പോഴുണ്ടല്ലോ നല്ല രസമാണ് കാണാൻ. സ്ത്രീജനങ്ങളൊക്കെയും കുറേ കൂടെ സുന്ദരികളാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കല്യാണത്തിൻ്റെ ഫീലാണ് തോന്നിയത്. ഓരോ താലത്തിലും ഇതേപോലെ ദീപങ്ങൾ തെളിയിച്ച് വെച്ചപ്പോൾ അവിടെ ആകെ നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം കേട്ടോ. ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ താലപ്പൊലി വന്നത്. കൊട്ടും കുരവയും ദീപങ്ങളും അതിലുപരി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇതിൽ പങ്കെടുത്തത്. ശരിക്കും അതുകൊണ്ട് തന്നെ കണ്ടു നിന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഉത്സവമൊക്കെ കൂടിയ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചിരുന്നത് കാരണം വീഡിയോ ഷൂട്ടിങ്ങൊന്നും നടന്നില്ല കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. കൂടുതലും ചേച്ചിമാരുടെ വകയായിട്ട് നല്ല അടിപൊളി ചിക്കൻ കറിയും സൂപ്പർ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കുറേ മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടി. നല്ലോണം എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ, ഒരുമിച്ചിരുന്നിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.